സങ്കീർത്തനം 109 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുന്ന് മൗനമായിരിക്കരുതേ. എന്തെന്നാൽ ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞ വായ എൻ്റെ നേരെ തുറന്നിരിക്കുന്നു. അത് എനിക്കെതിരെ വ്യാജം പറയുന്നു. വിദ്വേഷം നിറഞ്ഞ വാക്കുകൾ കൊണ്ട് അവർ എന്നെ വളഞ്ഞു. അകാരണമായി അവർ എന്നെ ആക്രമിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പോലും എൻ്റെ സ്നേഹത്തിനു പകരമായി അവർ കുറ്റാരോപണം നടത്തുന്നു. നന്മയ്ക്കും പകരം തിന്മയും സ്നേഹത്തിനു പകരം വിദ്വേഷവും അവർ എനിക്ക് തരുന്നു. ദൈവമേ, ഞാനിങ്ങനെ അനുഭവിക്കുവാൻ തുടങ്ങിയിട്ട് 10-20 വർഷങ്ങളോളമായി. ഞാൻ എന്ത് നന്മ ചെയ്താലും എന്ത് പറഞ്ഞാലും അവർ അതിൽ കുറ്റമാരോപിക്കുന്നു. ഞാനൊന്ന് നോക്കിയാൽ അവൾ നോക്കുന്നുണ്ട്, എന്ത് ഉണ്ട് എന്ന് പറയും. ഞാൻ ചിരിച്ചാൽ പറയും അവൾ ചിരിക്കുന്നു, കളിയാക്കി ചിരിക്കുന്നെന്ന്. ഞാൻ മിണ്ടിയില്ലെങ്കിൽ പറയും അവൾ മിണ്ടിയില്ല. ഞാൻ മിണ്ടിയാൽ അവർ പറയും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുമെന്ന്. അവർ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ പോലും തിരക്കാതെ ഞാൻ എന്ത് ചെയ്യുന്നു, എന്ത് നടക്കുന്നു, എൻ്റെ വീട്ടിൽ ആര് വരുന്നു, എന്തിനു വരുന്നു. നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ ആരെങ്കിലും വരുവോ മിണ്ടുവോ ചെയ്താൽ അവൾ മോശക്കാരിയാണെന്ന് അവർ വിധി എഴുതി നാട് മൊത്തം പാട്ടാക്കുന്നു. കർത്താവേ, എത്ര നാൾ ഞാനിത് സഹിക്കുന്നു. എങ്കിലും ദൈവമേ, നിന്നോളം ഇല്ല. നീ നന്മയും ജീവനും നൽകിയിട്ടും ഈശോയെ, നിനക്കെതിരെ അവർ കുറ്റമാരോപിച്ച് നിന്നെ കുരിശിലേറ്റി. അത്രത്തോളമില്ലല്ലോ എന്നോർക്കുമ്പോൾ ഈശോയെ, ഞാൻ അങ്ങേപ്രതി എല്ലാം സഹിക്കുന്നു. ഇന്നത്തെ സഹനങ്ങൾ നാളത്തെ സന്തോഷമായി മാറുമെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. നാഥ, എൻ്റെ ശത്രുക്കൾക്ക് വിവേകം നൽകണമേ. ഈശോയെ, അവർ നന്മയെ തിരിച്ചറിയുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ അനന്തമായ സ്നേഹം മാത്രമാണ് എനിക്കുള്ളത്. അതുമാത്രം മതി. അതുമാത്രമാണ് എനിക്ക് ആശ്വാസം. പിതാവേ, എൻ്റെ നിരപരാധിത്വം തെളിയിക്കുവാനോ എനിക്ക് സാധിക്കുന്നില്ല. അനേകർ ഇങ്ങനെ വെന്തുരുകുമ്പോൾ പിതാവേ, അങ്ങ് തരുന്ന ഈ വചനം ആണല്ലോ എനിക്ക് ആശ്വാസം നൽകുന്നത്. ഇതെനിക്ക് വേണ്ടി മാത്രമല്ല എന്ന് അങ്ങ് വചനത്തിലൂടെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഈശോയെ, വരയണമേ, ശത്രുവിനെ കഴുകണമേ. നാഥ, അവർ ഈശോയെ അറിയുവാനിടയാക്കണമേ. അവരോട് ചോദിക്കണമേ പ്രതികാരം. അവർക്ക് വിവേകം നൽകണമേ.